ബിഗ് ബോസിനകത്ത് പൊതുവെ വീക്കെൻഡ് എപ്പിസോഡുകളുടെ ഷൂട്ട് നടക്കുന്നത് ശനിയാഴ്ചയാണെന്ന് ഓൾമോസ്റ്റ് എല്ലാ പ്രേക്ഷകർക്കും അറിയാം. ശനിയാഴ്ചയാണ് ഷൂട്ട് നടക്കുന്നത്. 2 ഘട്ടമായിട്ടാണ്. നമുക്കറിയാം, 1-ാം ഘട്ടം ശനിയാഴ്ച രാത്രി നമ്മൾ കാണുന്നതാണ്, 2-ാം ഘട്ടം ഞായറാഴ്ച കാണുന്നതാണ്. അപ്പോൾ ശനിയാഴ്ചത്തെ ഷൂട്ട് വൈകുന്നേരം അത്യാവശ്യം ഇരുട്ട് വീണുമ്പോഴാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഷൂട്ട് അവസാനിച്ചതിന് ശേഷം ഇന്നലെ ഓൾമോസ്റ്റ് എല്ലാ കണ്ടസ്റ്റൻസും 1-2 പേരൊഴികെ ബാക്കി എല്ലാവരും നേരെ ഓടിയത് ബാത്റൂമിലേക്കും വാഷ്റൂമിലേക്കുമാണെന്നൊരു കരക്കമ്പി ഞാൻ കേൾക്കുന്നുണ്ട്. ചെന്നൈയിൽ നിന്ന് വന്ന ഈ കരക്കമ്പി അങ്ങനെ വെറുതെ ആവാനൊന്നും സാധ്യതയില്ല. അതിനൊരു വലിയ സാധ്യതയുണ്ട്. കാരണം ലാലേട്ടൻ ഇന്നലെ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു. ആ വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചപ്പോൾ ജിൻഡോയുടെ ഞെട്ടൽ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചായ കുടിച്ചത് ജിൻഡോയാണ്. ജാസ്മിൻ്റെ തുമ്മിക്കൊണ്ടുള്ള ചായ ടേസ്റ്റ് കൂടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ തുമ്മൽ വീഴ്ത്തിയ ചായ, ആ ചായ കുടിച്ച് ആർക്കും മനസമാധാനത്തോടെ ആ വീഡിയോ കണ്ടിട്ട് അതിനകത്ത് കിടന്നുറങ്ങാൻ പറ്റില്ല. ഉറപ്പാണ് പറ്റില്ല. ജാസ്മിൻ കൊണ്ടു കൊടുക്കുന്ന ദാഹിച്ച വെള്ളം ഇനി അവരാരെങ്കിലും വിശ്വസിച്ച് കുടിക്കുമെന്നും തോന്നുന്നില്ല. ചാത്തന്മാരുടെ അടുത്തുനിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചാണെങ്കിൽ ഇന്നലെ എപ്പിസോഡ് കഴിഞ്ഞ് ലാലേട്ടൻ ബൈ പറഞ്ഞു പോയതിന് തൊട്ടു പിന്നാലെ കുറേ പേര് വാഷ്റൂമിലേക്ക് ഓടുകയും അവിടെ വാള് വെച്ച് അവശരായി തകർന്നു കിടക്കുകയാണെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. വാള് വെച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതൊക്കെ കണ്ട വാള് വെച്ച് പോകുമ്പോഴേ കണ്ടില്ലെങ്കിൽ കണ്ടില്ലെന്നല്ലേ ഉള്ളൂ. ആ ചായയൊക്കെ വാങ്ങിച്ചു കുടിച്ച ജിൻഡോയുടെ അവസ്ഥ. ചായയും കുടിച്ചുകൊണ്ട് സ്മോക്കിംഗ് ഏരിയയിൽ പോയിട്ട് ജാൻമണിയുടെ അടുത്ത് ചിലപ്പോൾ ജിൻഡോ ഇങ്ങനെ പറഞ്ഞും കാണും, ഇന്നത്തെ ചായക്ക് വല്ലാത്ത ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഇതുപോലെ തന്നെ ഇനി എന്നും ചായ മതി. ജാസ്മിൻ ആണെന്ന് തോന്നുന്നു ഇട്ടത്. ജാസ്മിനോട് പറയണം എന്നും ജാസ്മിൻ ചായ ഇട്ടാൽ മതിയെന്ന്. എൻ്റെ പവർ ഉപയോഗിച്ച് ഞാൻ പറയും ജാസ്മിൻ്റെ അടുത്ത് എന്ന് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ജിൻഡോ. പക്ഷേ ഇന്നലെ ആ വീഡിയോ കണ്ടപ്പോഴാണ് മൂപ്പർക്ക് മനസ്സിലായത് ടേസ്റ്റ് വന്ന വഴിയേ. എന്തായാലും വല്ലാത്തൊരവസ്ഥയാണേ ഹൗസ് മേറ്റ്സിൻ്റേത്.